സാർ, ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് പുടിൻ അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവരാണ് പുതിയ സുഹൃത്തുക്കളാകാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളെ പോലും ട്രംപ് തള്ളിക്കളയുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ദുരന്തഫലം അനുഭവിക്കാൻ പോകുന്നത് വ്ളാഡിമിർ സെലൻസ്കിയാണ്. അപ്പോൾ സെലൻസ്കി ഭരണകൂടത്തെ മാറ്റിയിട്ട് റഷ്യയ്ക്ക് താല്പര്യമുള്ള ഒരു ഭരണകൂടത്തെ കൊണ്ടുവരാൻ പോലും ട്രംപ് ശ്രമിക്കും. അപ്പോൾ ജിയോ പൊളിറ്റിക്സിൽ നമ്മൾ കാണാത്ത ചില അല്ലെ പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ അങ്ങനെയാണോ ഇവിടെ സംഭവിക്കുക? ഈ റഷ്യയ്ക്ക് ഫുൾ സപ്പോർട്ടാണ് ട്രംപ് പറയുന്നത്, പുടിന് ഫുൾ സപ്പോർട്ടാണ് പറയുന്നത്. ഈ സെലൻസ്കിനെയും യുക്രൈനെയൊക്കെ മറന്നവട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ട്രംപിനോട് വളരെ ദേഷ്യം തോന്നും. അങ്ങനെ തോന്നിയ ഒരാൾ ട്രംപിന് വധശിക്ഷ വിധിച്ചായിരുന്നു. അതായത് ഒരാൾ ഈ വെടിവെച്ചിട്ട് ചെവിയുടെ ഉള്ളിൽ കൂടെ ഉണ്ട കയറിപ്പോയൊക്കെ ചരിത്രം നമ്മൾ കേട്ടായിരുന്നു. അപ്പം അയാൾ ഈ വെടിവെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം യുക്രൈനു വേണ്ടിയിട്ട് നിരന്തരം ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരുന്നതാണ്, യുക്രൈനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഈ ട്രംപ് വന്നു കഴിഞ്ഞാൽ യുക്രൈൻ്റെ അഡ്രസ്സ് പോകുന്നുള്ളത് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വെടിവെച്ചത്, വേറെ യാതൊരു പ്രശ്നമില്ല. അന്ന് അദ്ദേഹത്തിൻ്റെ മുറികളും ഈ റൂംസും ബിൽഡിങ്ങൊക്കെ പരിശോധിച്ചപ്പോൾ മുഴുവൻ അതിൻ്റെ അകത്ത് യുക്രൈൻ്റെ സപ്പോർട്ട് ഇയാൾ നടത്തുന്ന ക്യാമ്പയിനൊക്കെ അവിടെ കിട്ടിയത്, ഇദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ച ആൾ. അപ്പോൾ അതായത് ട്രംപിൻ്റെ യുക്രൈനോടുള്ള സമീപനം വളരെ പേർക്കും ഇഷ്ടപ്പെടാതെയുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്പിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, പിന്നെ അമേരിക്കയിലെ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നമുക്കറിയാമല്ലോ, ബൈഡൻ്റെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഔട്ട് സപ്പോർട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ട്രംപിന് പണ്ട് തൊട്ടേ പുടിനായിട്ട് ഇഷ്ടമാണ്, പുടിന് ട്രംപിനെ ഇഷ്ടമാണ്. അങ്ങനെയാണ് അവരുടെ ഒരു മ്യൂച്വൽ അഡ്മിറേഷൻ ക്ലബ്ബ് പോലെ പോകുന്നത്. ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് യുക്രൈൻ യുദ്ധം തുടങ്ങരുതായിരുന്നു, ആരും തുടങ്ങരുതായിരുന്നു, സെലൻസ്കി തുടങ്ങരുതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ റഷ്യ കയറി ആക്രമിച്ചു, തോന്നിയ പോലെ ആക്രമിച്ചു, അതൊന്നും ട്രംപ് കാണുന്നില്ല. ട്രംപ് പറയുന്നത് യുക്രൈൻ ഈ യുദ്ധം തുടങ്ങരുതായിരുന്നാണ്. അപ്പോൾ യുക്രൈൻ യുദ്ധം തുടങ്ങിയ പാടെ പല രാജ്യങ്ങളും ഇൻക്ലൂഡിങ് അമേരിക്ക ആൻഡ് അതർ വെസ്റ്റേൺ കൺട്രീസ് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്ന് ഇനി അവിടെ ഒറ്റ നിമിഷവും നിൽക്കരുത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ ബംഗ്ലാദേശിൽ നിന്ന് നമ്മുടെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ പോകുന്നല്ലോ, ഷേഖ് ഹസീന. അപ്പോൾ ഈ ഷേഖ് ഹസീന കുറച്ചും കൂടി നേരം അവിടെ വന്നായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ ഈ സെലൻസ്കിക്ക് സംഭവിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് അമേരിക്കയും വെസ്റ്റേൺ കൺട്രീസും അടക്കം പല രാജ്യങ്ങളും നിങ്ങൾ വേഗം അവിടെ നിന്ന് സ്ഥലം വിട്ടോ, ഇനി അവിടെ നിൽക്കേണ്ട, ഒരു നിമിഷം നിൽക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സെലൻസ്കി പറഞ്ഞത് കുഴപ്പമില്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താ മാക്സിമം സംഭവിക്കാൻ പോണത് മരിക്കും, അത് നേരിടാൻ തയ്യാറാണ്, ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ അദ്ദേഹവും ഫാമിലി അവിടെ നിൽക്കണം. അതുകൊണ്ടാണ് ഈ ആൾക്കാർ കോൺഫിഡൻ്റ് ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത്. അദ്ദേഹവും മരിക്കാൻ തയ്യാറാണ്, സെലൻസ്കി. അപ്പോൾ പക്ഷേ ഈ ട്രംപ് പറയണത് നിങ്ങൾ യുദ്ധം തുടങ്ങരുതായിരുന്നാണ്. ഇപ്പോൾ ഈ കുറ്റം ഇങ്ങോട്ട് വയ്ക്കുകയാണ്, അതാണ് അതിലുള്ള ഒരു ഐറണി. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് പറയുന്നത് നേരത്തെ തന്നെ നിങ്ങൾ ഒരു ധാരണയിലെത്തണമായിരുന്നു, ഒരു ട്രീറ്റിയോ അക്കോർഡോ അല്ലെങ്കിൽ ഡീല് സൈൻ ചെയ്യണമായിരുന്നു, യുദ്ധം ഇല്ലാത്ത രീതിയിൽ. എന്തിനാ യുദ്ധം ഇത്രയും നാൾ തുടർന്നത്? 3 കൊല്ലമായില്ലേ, വേറെ പണിയൊന്നുമില്ലേ, എന്തിനാ യുദ്ധം ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പിന്നെ സൗദി ചർച്ചയിൽ യുക്രൈനെ അവർ വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ സെലൻസ്കിയെ വിളിച്ചിട്ടില്ല. അതും സെലൻസ്കി വളരെ അസ്വസ്ഥനാണ് ആ കാര്യത്തിൽ. പക്ഷേ സെലൻസ്കി അസ്വസ്ഥനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ട്രംപ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത്, ഞാനായിരുന്നു ഇവിടുത്തെ പ്രസിഡൻറ്റെങ്കിൽ ഞാൻ അപ്പം തന്നെ സമാധാനം ഉണ്ടാക്കിയത്, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല, ഇത്രയും ഭൂമി നഷ്ടപ്പെടുമായിരുന്നില്ല, ഇത്രയും ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല, ഇത്രയും സിറ്റീസ് അടിച്ചു പോകില്ലായിരുന്നു, ഒരു വാക്ക് ഞാൻ പറഞ്ഞ പോലെ കേട്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ട്രംപ് ആവശ്യപ്പെടുന്നത് ധാതു വിഭവങ്ങൾ അല്ലെങ്കിൽ റെയർ എർത്ത്സ്, അത് 50,000 കോടി, 50,000 കോടി ഡോളർ, 50,000 കോടിയല്ല, 50,000 ബില്യൺ ഡോളറിൻ്റെ ധാതു വിഭവങ്ങൾ നൽകണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ലെന്ന് സെലൻസ്കി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ സെലൻസ്കി അതുകൊണ്ട് ഈ ധാതു വിഭവ കരാറിൻ്റെ കാര്യത്തിൽ ഒരു ട്രീറ്റിക്ക് ഞങ്ങൾ തയ്യാറല്ലെന്ന് തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ട്രംപ് പറയുന്ന ഈ യുദ്ധത്തിൻ്റെ ചിലവുണ്ട്, യുദ്ധത്തിൻ്റെ ചിലവ് പറഞ്ഞിരിക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടക്കണക്ക് വെറുതെ അങ്ങ് അടിക്കുകയാണെന്നാണ് സെലൻസ്കി പറയുന്നത്. ആകെ യുദ്ധച്ചെലവ് 32,000 കോടി ആണ്, 35,000 കോടി US ഡോളറാണ് വേണ്ടി വന്നിരിക്കുന്നത്. അതിൽ 12,000 കോടി
US$ എമൗണ്ട് കൊടുത്തിരിക്കുന്നത് രാജ്യത്തെ നികുതിദായകരാണ്, അല്ലാതെ അമേരിക്കയല്ല. പിന്നെ 20,000 കോടി US ആൻഡ് യൂറോപ്പ്, അമേരിക്കയും യൂറോപ്പും ഒരുമിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആയുധങ്ങളടക്കം അമേരിക്കൻ സഹായം $6,700 കോടി ആയുധങ്ങളും ആ വകുപ്പിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് പ്രശ്നം. പിന്നെ ട്രംപ് പറയുന്നത് യുക്രൈൻ്റെ നേതൃസ്ഥാനത്ത് നിന്നും സെലൻസ്കി മാറണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് 4% ഇപ്പോൾ സപ്പോർട്ടുള്ളൂ ജനങ്ങളുടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാർ, അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ സെലൻസ്കിയുടെ ഈ ഒരു നീക്കം കൊണ്ട് അവിടുത്തെ ജനങ്ങൾ വൻതോതിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് അവർ വലിയ ദുരിതാവസ്ഥയില്ല, ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, ആർമിയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന നിരവധി ആളുകൾ ആർമി തലവന്മാരോട് പോലും പറയാതെ വീടുകളിലേക്ക് ഒളിച്ചോടുകയാണ്. അപ്പോൾ ഒരു സൈന്യം എന്ന നിലയിൽ സെലൻസ്കിക്ക് തൻ്റെ സാമ്രാജ്യത്തെ അല്ലെങ്കിൽ ആ ആർമിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. മറ്റു കാരണങ്ങളൊന്നുമില്ല, ബൈഡൻ ഭരണകൂടമായിരുന്നപ്പോൾ സാമ്പത്തികമായിട്ടും സൈനികപരമായിട്ടും ഒരുപാട് സഹായം തന്നു. ട്രംപ് ഇലക്ഷനിൽ ജയിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഇനി ആ സഹായമെല്ലാം ഞങ്ങൾ നിർത്തും, അവർക്കുള്ള ആയുധ സപ്ലൈ നിർത്തും. അങ്ങനെയാണെങ്കിൽ വഴിയിൽ വെച്ച് പെട്ടെന്ന് US പ്രസിഡന്റ് ഒരു തീരുമാനം എടുക്കുമ്പോൾ ഈ സെലൻസ്കിക്ക് പിന്നെ ആശ്രയിക്കാൻ കഴിയുന്ന യൂറോപ്യൻ രാജ്യങ്ങളോടാണ്. പക്ഷേ ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങളെ പോലും പരിഗണിക്കുന്നില്ല, നാറ്റോയെ പരിഗണിക്കുന്നില്ല. ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ നാറ്റോ പിരിച്ചുകൊണ്ടു, എന്തിനാണ് നാറ്റോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ യൂറോപ്യൻ യൂണിയനൊക്കെ ഭയങ്കര അസംതൃപ്തരാണ്. ആ രാജ്യങ്ങൾക്ക് പക്ഷേ അമേരിക്കയ്ക്ക് അപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് എടുക്കാനൊന്നും പറ്റുന്നില്ല. സെലൻസ്കി അവരോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ട്രംപും പുടിനും തമ്മിലുള്ള ചർച്ച നടത്താനായിട്ട് ആഗ്രഹിക്കുന്ന സൗദി അറേബ്യയിലേക്ക് പോകാൻ ഈ സെലൻസ്കിയെ ക്ഷണിച്ചിട്ടില്ല. എന്നിട്ടും അദ്ദേഹം UAE-യിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സെലൻസ്കി ഇല്ലാതെ രാജ്യത്തിൻ്റെ എങ്ങനെ വഴി മറ്റേ എർദോഗാനായിട്ട് ലോഹ്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതെ അതെ അതെ. അല്ല, മാത്രമല്ല ഈ സെലൻസ്കി എന്ന് പറയുന്ന യുക്രൈൻ്റെ ഭരണത്തലവൻ ഇല്ലാതെയാണ് ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നത്. അത് തന്നെ ഒരു വിരോധാഭാസമാണ്. അത് വിരോധാഭാസമാണ്. അല്ല, അത് ഈ പുടിൻ നേരത്തെ പറഞ്ഞായിരുന്നു I don't want to talk to that illegitimate സെലൻസ്കി എന്ന് പറഞ്ഞു. സെലൻസ്കി അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ല. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ കാര്യത്തിലുള്ള ഏറ്റവും പിടിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെലൻസ്കിയാണ്. അതുകൊണ്ട് അദ്ദേഹവുമായിട്ട് യാതൊരു ചർച്ചയ്ക്കും താല്പര്യമില്ല എന്ന് അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സെലൻസ്കി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലൻസ്കി അങ്ങനെ ഡിക്റ്റേറ്ററിനെ വിളിക്കുന്നത് ആര്? ട്രംപ്. പിന്നെ സെലൻസ്കിക്ക് ആകെ 4% ഓഫ് ദി പീപ്പിളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ സെലൻസ്കി പറയുന്നത് ഇപ്പോൾ ഈയിടെ അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയായിരുന്നു. അതിൽ ഇലക്ഷൻ നടത്തിയിട്ടില്ല, ഇപ്പോൾ ഇലക്ഷൻ നടത്താവുന്ന ഒരു കണ്ടീഷനല്ല. ആ ഒപ്പീനിയൻ പോൾ നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ സർവേ നടത്തിയിരിക്കുന്നതിൽ 58% ജനങ്ങൾ സെലൻസ്കിക്കാണ് സപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സെലൻസ്കി പറയുന്നത് റഷ്യ എന്തെങ്കിലും ന്യൂസ് പടച്ചു വിടുകയാണെങ്കിൽ അത് മുഴുവനും കാണാപ്പാടം പത്രം വായിക്കാതെ ട്രംപ് വിശ്വസിക്കുകയാണ്. ഈ പുടിൻ എന്തെങ്കിലും പറയും അല്ലെങ്കിൽ പുടിൻ്റെ ആൾക്കാരെന്തെങ്കിലും പറയും, അത് മുഴുവനും കേട്ടിട്ടാണ് ട്രംപ് ഈ ഒച്ചെടുക്കുന്നത്. അല്ലാതെ ട്രംപിന് ഇതിനെപ്പറ്റി യാതൊരു വിവരമില്ല എന്നുള്ളതാണ് സെലൻസ്കിയുടെ കാഴ്ചപ്പാട്. എന്തായാലും ഒരു കാര്യം നമ്മൾ ഈ പ്രഥമ ദൃഷ്ടിയ തോന്നണത് ട്രംപ് ഇതിനെപ്പറ്റി അധികം സ്റ്റഡി ചെയ്തിട്ടില്ല എന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലൻസ്കി യുദ്ധം തുടങ്ങരുതായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിപ്പോൾ ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാം ആരെയാണ് ആക്രമിച്ചതെന്നൊക്കെ. പക്ഷേ ട്രംപ് പറയണത് സെലൻസ്കി തുടങ്ങരുതായിരുന്നു യുദ്ധം എന്നാണ്. മാത്രമല്ല ഇപ്പം എന്തെല്ലാം കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും ഈ സെലൻസ്കിയെ ഇത് ഒരു സെൽഫ് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള പോക്കാണ്. ഇങ്ങനെ ഇത്രയും കാലം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു സൂപ്പർ പവറിൻ്റെ അടുത്ത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പലരും പറഞ്ഞത് യുദ്ധം തുടങ്ങുമ്പോൾ 2 ദിവസത്തിൽ തീരും, അല്ല ഒരാഴ്ച കൊണ്ട് അത് അടിച്ച് നിരപ്പാക്കും. മാത്രമല്ല വേറെ ചില ന്യൂസ് വന്നിരുന്നത് ടാങ്കുകൾ ഇങ്ങനെ നിരനിരയായിട്ട് കിടക്കുകയാണ്. ആ ടാങ്കിൻ്റെ നിര അതിൻ്റെ നീട്ടം ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റേഴ്സാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വലിയ എക്സാജറേറ്റഡ് ന്യൂസുകളുണ്ടായിരുന്നു ഇടയ്ക്ക്. 50 കിലോമീറ്റർ നീട്ടമുള്ള ടാങ്ക് വ്യൂഹം കൊണ്ട് വന്ന് ഇവിടെ ഇടിച്ച് കയറി നിരപ്പാക്കാൻ പോകണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ നടപടിയൊന്നും നടന്നില്ല. അതിനെ ധീരമായിട്ട് നേരിടാനായിട്ട് ഈ സെലൻസ്കി അല്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ ധൈര്യപ്പെടും. അതാണ് ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം, അദ്ദേഹം അവിടെ നിന്ന് ഓടിപ്പോയില്ല. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നമുണ്ടായി. അവിടെ താലിബാൻ തിരിച്ചു വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഭരണാധികാരി ഓടി രക്ഷപ്പെട്ടു. അതേപോലെ ഷെയ്ഖ് ഹസീന ഇങ്ങോട്ട് ഓടിപ്പോന്നു. അപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു പണി അതാണ്. പക്ഷേ ഇദ്ദേഹം അവിടെ തിന്ന് ഇത്രയും വലിയൊരു സൂപ്പർ പവർ നേരിട്ട് വന്ന് ഇടപെടുമ്പോൾ അതിനെതിരെ ഒറ്റയാൾ പോരാട്ടവും കൂട്ടത്തിലെ ആൾക്കാരെയും കൂട്ടിയിട്ടുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ അത് ദാറ്റ് ഈസ് വെരി ട്രാജിക്. പക്ഷേ അദ്ദേഹത്തിനും ചില ക്വാളിറ്റി. ഇതാണ് സാർ അമേരിക്കയുടെ ഒരു നിലപാട്. കാരണം അവർ എപ്പോൾ ആരെ പിന്തുണയ്ക്കും, എപ്പോഴാണ് നിലപാട് മാറ്റുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അവർക്ക് അവരുടേതായ കച്ചവട താല്പര്യങ്ങൾ, അവരുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങളും ഉണ്ട്. ഇത്രയും കച്ചവട താല്പര്യം ട്രംപിനുണ്ടാവുള്ളൂ. ഇതൊന്നും ഉണ്ടാവില്ല. ട്രംപ് വന്നുകൊണ്ടാണ്. ട്രംപ് അക്ഷരാർത്ഥത്തിൽ കച്ചവടക്കാരനല്ല. അപ്പം ഈ കച്ചവടം സഹിക്ക വയ്യാഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ഓർക്കണം
ഒരാൾ ഈ വെടിവെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, അത് ആ വെടിവെക്കാൻ വന്ന ആൾ അപ്പം തന്നെ വെടിവെച്ച് കൊന്നു കളഞ്ഞു. അതെ. അപ്പൊ സ്വന്തം ജീവൻ ത്യജിച്ച് ട്രംപിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച ആളുണ്ട്. അതെ അതെ ആ ഒരു കാഴ്ചപ്പാടും ഉണ്ട് അവിടെ. അതാണ് എന്തായാലും സെലൻസ്കി ഇങ്ങനെ ഭീഷണിപ്പെടുത്തി നിർത്തുന്നതിന് മറ്റു കാരണങ്ങളുണ്ട്. കാരണം ഉക്രൈനിൽ വലിയ ധാതു സമ്പത്തുണ്ട്. ഈ ധാതു സമ്പത്ത് അമേരിക്കയ്ക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കമ്പനികൾ അവിടെ വൻതോതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. എന്നിട്ട് ആ ഭാഗത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അതുകൊണ്ടാണ് ഉക്രൈൻ്റെ 25% പിടിച്ചെടുത്ത റഷ്യ ആ സ്ഥലം കൈവച്ചോളൂ എന്ന് റഷ്യക്ക് ഒരു ഉറപ്പ് കൊടുക്കുന്നു. എന്താണ് എടുത്തോ കുഴപ്പമില്ല. ഇതാണ് ട്രംപിന്റെ കാഴ്ചപ്പാട്. ഇതാണ്. ചിലർ കള്ള് ഷാപ്പിലൊക്കെ ഇരുന്നിട്ട് വേണമെങ്കിൽ എൻ്റെ ഹൃദയം ഞങ്ങൾ തരാമെന്നൊക്കെ പറയില്ല. അതുപോലെ ഇത് എന്ത് വേണമെങ്കിലും പിടിച്ചോന്നാ പറയണേ. അത് എന്തുമാത്രം ജനങ്ങൾ അംഗീകരിക്കും. ഈ യുക്രൈനിലെന്നല്ല യൂറോപ്പിലായി കഴിഞ്ഞാൽ അവർക്ക് ഈ കാര്യത്തിൽ ട്രംപിനോട് യാതൊരു ഇഷ്ടമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.